السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. الحمد لله. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു അവസരം നൽകുന്നത്. അൽഹംദുലില്ലാ. കാര്യങ്ങളെ നല്ല രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി പാലിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സെലി പറഞ്ഞ പോലെ നമുക്ക് അള്ളാഹിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും എവിടെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും നമുക്ക് കേട്ടാലും ഒരു മതി വരാത്ത ഒരു വല്ലാത്തൊരു അനുഭൂതിയും ആനന്ദവും തന്നെയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നൂല്ലേ ഏതെങ്കിലും ക്ലാസ് കേൾക്കാം. വെറുതെ ഇരിക്കലില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കാതിനും പിന്നെ നാവിനും റെസ്റ്റ് ഉണ്ടാകുന്ന സമയം ഉണ്ടാവല്ലോ. ബാക്കി അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന് പണിയില്ലാത്ത ചില സമയങ്ങൾ ഉണ്ടാവല്ലോ അല്ലെ. ആ സമയത്ത് നമ്മൾ വിചാരിക്കില്ല എന്തെങ്കിലും കേൾക്കുക, അല്ലെങ്കിൽ ഓതുക, അല്ലെ പഠിക്കുക, പഠിച്ചോന്റെ ഖുർആൻ അത് വായിക്കുക, ഇങ്ങനെ അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ രീതിയിലേക്ക് നമ്മളെ ഇഷ്ടം നമ്മളത് ആവണം. അല്ലാതെ കിട്ടുന്ന സമയം വെറുതെ അനാവശ്യമായി ചാറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേണ്ടാത്ത കുറെ വീഡിയോസും ഫോട്ടോസും കണ്ടിട്ടോ ഷെയർ ചെയ്തിട്ടോ സ്ക്രോൾ ചെയ്തിട്ടോ നമ്മളെ സമയത്തെ വേസ്റ്റ് ആക്കി കളയരുത്. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കാം. ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തലായിട്ട് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം ഇന്നലെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേതായാലും ഈ ഒരു സദസ്സിൽ തന്നെ പറയാം. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പക്ഷെ എന്നാലും ഒന്നും കൂടി റമദാനിന് മുന്നേ ഉള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലക്ക് നമ്മള് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ എന്തെങ്കിലും ജോലി തിരക്കോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ എന്താക്കാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുക. ബാങ്ക് വുളുഒക്കെ ചെയ്തിട്ട് ബാങ്ക് പ്രതീക്ഷിച്ച് നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കാൻ. ഫോണും എല്ലാം മാറ്റി വെക്കണേ. ഫോൺ അവിടെ ഓണാക്കിയിട്ട് ഫോൺ നോക്കുന്ന ഒരവസ്ഥ, ഒന്നെടുത്തിട്ട് ഫോൺ നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാ നിസ്കാരത്തിനും അതേപോലെ ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ നല്ലതായിരിക്കും. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മഗ്‌രിബിന് എങ്കിലും ഈ റമദാന് മുന്നോടിയായിട്ട് ഒരു പ്രാക്ടീസ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റമദാനിൽ നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ പ്രാക്ടിക്കലാക്കാൻ കഴിയൂല. അപ്പം പിന്നെ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു നിരാശ പിന്നീട് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നമ്മളെല്ലാം ചെയ്തു തുടങ്ങും. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാ നിസ്കാരവും ഇതുപോലെ കുറച്ച് നേരത്തെ നമ്മൾ തയ്യാറെടുപ്പ് നടത്തി ഒളുവൊക്കെ എടുത്ത് നിസ്കാരം പ്രതീക്ഷിച്ച് ദുആ ചെയ്ത് അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കെല്ലാം സമാധാനത്തിൽ കേട്ട് ജവാബ് ചെയ്ത് ദുആ ചെയ്ത് അങ്ങനെ ഒരു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരും. ഒരുപാട് മാറ്റങ്ങൾക്ക് നമുക്ക് പിന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്പം ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് മഗ്‌രിബാണ്. മഗ്‌രിബ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ബാങ്ക് കൊടുത്ത് ഉടനെ നിസ്കരിക്കേണ്ട നിസ്കാരം അല്ലെ. അത് അധികം വൈകിപ്പിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഇപ്പൊ നമുക്ക് ളുഹർ ആണെങ്കിലും സുബ്ഹി ആണെങ്കിലും അസർ ആണെങ്കിലും ഇഷ ആണെങ്കിലും ഒരു ഇപ്പൊ പള്ളിയിലൊക്കെ എന്ന് വെച്ചാല് ഇപ്പൊ സുബഹിക്കൊക്കെ അരമണിക്കൂർ സമയമുണ്ട് അല്ലെ. പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് എന്തായാലും പിന്നെ സമയം കൊടുക്കുന്നുണ്ട് നിസ്കാരത്തിന്റെ സമയത്തിന്. അതുപോലെ ളുഹറിനും അസറിനൊക്കെ 15-20 മിനിറ്റ് ഒക്കെ നമ്മൾ പള്ളിയിൽ ബാങ്ക് കൊടുത്തതിനാല് അത്രയും സമയം ആൾക്കാർക്ക് വന്ന് ഉളുവൊക്കെ എടുത്ത് തയ്യാറാകാനുള്ള ഒരു സമയം എന്നുള്ള നിലക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് അല്ലെ. പക്ഷെ മഗ്‌രിബ് എങ്ങനെയാന്ന് വെച്ചാൽ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇഖാമത്ത് കൊടുത്ത് നിസ്കാരം അങ്ങ് തുടങ്ങി അല്ലെ. അത്രയേ സമയമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് മഗ്‌രിബിന്റെ ഞാൻ പ്രത്യേകം പറയുന്നത് എല്ലാവരും എന്ത് ചെയ്യാം, മഗ്‌രിബ് ഇന്ന് മുതൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാം ഓഫാക്കാം. മൊബൈലും പണിയും വീട്ടിലെ പണിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിന്റെ ദിക്റായിക്കോട്ടെ വേഗം ഒളു എടുത്ത് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചോ, നല്ലോണം പ്രാർത്ഥിച്ചോ. റമദാനിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ, നല്ലൊരു പ്രാക്ടീസാണ് അത്. എന്തെങ്കിലുമൊക്കെ തിരക്ക് ഹോസ്പിറ്റലിൽ പുറത്ത്
ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോ പിന്നെ ഇത് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ വീട്ടില് വെറുതെ ഇരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് എന്തായാലും ഇത് സാധിക്കും. പക്ഷെ എന്ത് സാധിക്കുമെങ്കിലും നമ്മളിൽ വരുന്ന ഒരു വീഴ്ച എന്ന് വെച്ചാല്, ചിലപ്പോൾ ബാങ്ക് കൊടുത്താലും ബാങ്ക് കേട്ടാലും നമ്മൾ എന്താക്കും, നമ്മളെ കയ്യിലുള്ള ഈ ഫോണ് നോക്കും, വോയിസ് കേൾക്കും, അല്ലെ വീഡിയോ കാണും, മറുപടി കൊടുക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു മാറ്റം വേണ്ടേ? ഇപ്പൊ സെലി പറഞ്ഞതുപോലെ ഒരു റമദാൻ നമുക്ക് വരുന്നത് ഇനി ഇതുവരെ ഉള്ള റമദാൻ പോലെയല്ല. ഇത് തികച്ചും നമുക്കൊരു വ്യത്യസ്തമായ, അല്ലെ, ഒരു എന്താ പറയാ, ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന, ഇതുവരെ പോയ ഒരു ജീവിതമല്ല, പുതിയൊരു, അല്ലെ, ഒരു ജീവിതം, പുതിയൊരു പിന്നെ പ്രവർത്തനങ്ങളിലേക്ക്, പുതിയ കർമ്മങ്ങളിലേക്ക് നമുക്കൊരു മാറ്റം വേണം. എപ്പോഴും പറഞ്ഞു പോയാൽ പോരാ, അല്ലെ, മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ എന്താക്കണം, നമ്മൾ പരിശ്രമിച്ചേ മതിയാകും. നമ്മളെ ഭാഗത്തു നിന്നുള്ളൊരു പരിശ്രമം ഉണ്ടായാലേ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഇൻഷാ അള്ളാ നിങ്ങളോട് ഞാനിത് പറയുന്നുണ്ടെങ്കിൽ ഇത് എനിക്കും കൂടി വേണ്ടിയിട്ട് പറയുന്നതാ. ഞാനും അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്. കുറച്ച് നേരത്തെ തന്നെ ഒരു തയ്യാറെടുപ്പ്, റമദാന് മുന്നേ തന്നെ അതൊരു നമ്മളെ ജീവിതത്തിൽ അതൊരു പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം ഇപ്പൊ നമ്മൾ 6:30 ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ എന്തായാലും നമ്മൾ നിസ്കാരത്തിന് റെഡി ആവില്ല. അപ്പൊ നമ്മൾ ഒരു 6:20 ബാങ്ക് കൊടുക്കുന്ന വിചാരിച്ചോ. ഇപ്പൊ 6:37 അങ്ങനെ ആകുന്നുണ്ട് ബാങ്ക് മഗ്‌രിബ് ഇവിടെ. അപ്പൊ 6:37-40 ഉള്ളിലാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എന്താക്കുക, 6:25 ആകുമ്പോഴത്തേക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യാം. പൊതുവേ നമ്മൾ വീട്ടു ജോലി മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംഭവം താഴെ വെക്കാൻ പലരും മടിക്കുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് ആദ്യം എന്താക്കേണ്ടത്, ഒന്ന് സൈലന്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ടോ അവിടെ മാറ്റി വെക്കാം. സൈലന്റ് ആക്കുകയോ സ്വിച്ച് ഓഫ് ആക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇബിലീസ് എന്തായാലും വരും. നമ്മൾ എത്ര എടുക്കണ്ടെന്ന് വിചാരിച്ചാലും അത് റിംഗ് ടോൺ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ എങ്ങനെങ്കിലും ആയിട്ട് നമ്മളടുത്തേക്ക് കോൾ ആയിട്ട് എങ്ങനെങ്കിലും ആയിട്ട് വരും. കാരണം എനിക്ക് അനുഭവമാണ്. നിസ്കാരം കഴിഞ്ഞ മരിമേന്റ് ഇഷാക്കിന്റെ ഇടയിൽ ഫോൺ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ദൂരെ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആരെങ്കിലും സലാം വീട്ടാൻ നേരില്ലാണ്ടുണ്ടാവും വിളിക്കും. ചിലപ്പോ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ മക്കൾ എടുത്ത് കൊണ്ടുതരും. അപ്പം അതാണ് പ്രശ്നം. അപ്പൊ ഒന്നുകിൽ സൈലന്റ് ആക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നിസ്കാരത്തിന് കുറച്ച് മുമ്പേ നമ്മൾ എന്താക്കുക, ഫോൺ അവിടെ മാറ്റി വെക്കുക. ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കൽ ആക്കിയിട്ട് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇന്ന് ക്ലാസ്സിൽ വെച്ചിട്ട് ഒരാളെ മെസ്സേജ് അയച്ചു. ക്ലാസ്സിന്റെ ലിങ്ക് എല്ലാ ഗ്രൂപ്പിലും വന്നിട്ടില്ലേ? ഏതെങ്കിലും ഗ്രൂപ്പിൽ വരാണ്ട് ഉണ്ടോ? ഞാൻ എല്ലാത്തിലും പോസ്റ്റ് ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ പിന്നെ നമ്മള് ഈ പറഞ്ഞ കാര്യം എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, ബാങ്കിന് വേണ്ടിയിട്ടും അല്ലെ അള്ളാഹിന്റെ മുമ്പിൽ ഒരു മുനാജാത്ത് നമുക്ക് നടത്താനുള്ള അവസരം അള്ളാഹു താല തരുമ്പോ നമ്മൾ ഒരു ഇത്തിരി സമയം പിന്നെ നിസ്കാരത്തിന് മുമ്പും അതുപോലെ നിസ്കാരം കഴിഞ്ഞാലും ശരിക്കും ഓരോരുത്തരും പിന്നെ ദുആ ചെയ്യുന്നുണ്ടാകും. എല്ലാവരും നിസ്കാരം തന്നെ ഒരു പ്രാർത്ഥനയാണല്ലോ, അല്ലെ? നിസ്കരിക്കുന്നത് തന്നെ മുഴുവൻ ദുആ തന്നെയാണ്. ദുആ ചെയ്തിട്ട് തന്നെ നമ്മൾ തുടക്കം മുതൽ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് തുടങ്ങി അത് മുതൽ ഫാത്തിഹയും, അല്ലെ, അത് കഴിഞ്ഞ് റുക്കോയിലും ഇഅ്തിദാലിലും സുജൂദിലും ഇടയിലിരുത്തത്തിലും അത്തഹിയാത്തിലും അവസാനം വരെ എന്താണ്, മുഴുവനും പ്രാർത്ഥന തന്നെയാണ്. നിസ്കാരം മുഴുവനും നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണേന്ന്, അല്ലെ? ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട്, അല്ലെ, ഫർള് നമസ്കാരങ്ങളുടെ ശേഷം ഉള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സ്വീകാര്യതയുണ്ട്. അതുപോലെ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം, അതായത് നിസ്കാരം തുടങ്ങുന്നതിന് തൊട്ട് കുറച്ച് മുമ്പുള്ള ആ ഒരു സമയം, അതൊക്കെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഉത്തരം തരുന്ന സമയമാണ്, അല്ലെ? ആ സമയത്തൊക്കെ ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ടോ? ഒരു 5 മിനിറ്റ്. നമ്മള് പിന്നെ എപ്പോഴാ നമ്മൾ ദുആ ചെയ്യൽ അള്ളാഹിന്റെ അടുത്ത്? നമ്മൾ കരഞ്ഞ് ദുആ ചെയ്യുന്നത് എപ്പോഴാ? നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അല്ലെ? അല്ലാതെ നോർമൽ ആയിട്ടുള്ള സമയത്ത് എങ്ങനെയാ നമ്മൾ പ്രാർത്ഥിക്കല്?
നമ്മളിങ്ങനെ റബ്ബന ആതിന ഫിദ്ദുനിയ പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലെ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ പറയുന്നുണ്ടാവും. അങ്ങനെ റബ്ബന, അങ്ങനെ ഓരോ തഖബ്ബൽ മിന്ന പറയും. നമുക്ക് അറിയുന്ന കുറെ പ്രാർത്ഥനകളും സ്വീകരിക്കണേ റബ്ബേ, അല്ല പുറത്തരണേ റബ്ബേ, സ്വർഗം നൽകണേ അല്ലാ, അല്ലെ പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ നമ്മൾ, അല്ലാതെ അള്ളാഹുവെ ഞാനും നീയും അല്ലെ, ഞാനും എന്റെ റബ്ബും മാത്രമായിട്ട് അത് മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് അള്ളാഹിനോട് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ ഇട്ട് പറഞ്ഞു വെക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ, സമയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ടോ? നമ്മൾ ഉപയോഗപ്പെടുത്തണം, തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. കാരണം റബ്ബും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ സ്ട്രോങ് ആക്കാനുള്ള കുറേ ഉപാധികളാണ് ഈ പറഞ്ഞ പ്രാർത്ഥന, നിസ്കാരം, ദിക്റുകൾ എല്ലാം. സിയറത്തു നബി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, അതില് ലാസ്റ്റത്തെ ക്ലാസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയോ എന്നറിയില്ല, ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്ത് തരാം. 42ാമത്തെ ഭാഗം. പിന്നെ അതിന്റെ അവസാനത്തിലുണ്ടല്ലോ ഒരു സംഭവം പറയുന്നുണ്ട്. അത് ബദർ യുദ്ധത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് ആ ക്ലാസ്സുകളിൽ പറയുന്നത്. അവസാന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവർ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ബദറിലെ വിജയം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു എന്താണ് ഇവര് വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയും അടിയുറച്ച വിശ്വാസത്തിന്റെയും ശക്തമായ പ്രാർത്ഥനയുടെയൊക്കെ അനന്തരഫലം, അല്ലെ ആ ഉത്തരമായിട്ടാണ് അള്ളാഹു തആല ബദറിൽ അള്ളാഹു തആല വിജയം നൽകിയത്. അല്ലാതെ ആയുധബലം കൊണ്ടോ സംഘബലം കൊണ്ടോ ഒന്നും നേടിയ ഒരു വിജയം ഇല്ല, അല്ലെ ബദറിലെ വിജയം എന്ന് പറയുന്നത്. അത് അള്ളാഹു നൽകിയ ഒരു ഒരു ഉത്തരമാണ് സത്യത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കൾക്കും നൽകിയ ഒരു 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 ഗിഫ്റ്റ്, അല്ലെ സുബ്ഹാനല്ലാഹ്, പ്രാർത്ഥനക്ക് നൽകിയ ഒരു ഉത്തരമാണ്. അപ്പം നമ്മള് മനസ്സറിഞ്ഞ് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരുന്നാല് ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും. അതിൽ നമുക്കൊരു സംശയമേ പാടില്ല. അതില് ഒരു കാര്യം പറയുന്നത് വെച്ചാല് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാനിതിങ്ങനെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ചെയ്യും. അറിയുന്നവർക്ക് തന്നെ ഒന്നുകൂടി, അല്ലെ, നമുക്ക് അറിയുന്ന കാര്യം തന്നെ ഒന്നുകൂടി കേൾക്കുമ്പോൾ ഒരു ഈമാനം ഒന്ന് ബൂസ്റ്റ് ആവലുണ്ട് അല്ലെ. അപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? അദ്ദേഹത്തിന്റെ മാതാവ് ഗർഭം ധരിച്ച സമയത്ത് അവര് ആഗ്രഹിക്കുന്നത് തന്റെ കുഞ്ഞ് പിന്നെ ജനിച്ചാൽ ആ കുഞ്ഞിനെ വലിയൊരു പണ്ഡിതനാക്കണം, ഖുർആൻ പഠിപ്പിക്കണം, ആലിമാക്കണം, ഇങ്ങനൊക്കെ അവര് ആഗ്രഹിച്ചിട്ടാണ് അവര് പ്രസവിക്കുന്നത്. പക്ഷെ പ്രസവിച്ചപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ജന്മന കാഴ്ചയില്ല, കണ്ണ് കാണൂല. അപ്പൊ ആ മാതാവിന്റെ ആഗ്രഹം എന്തായിരുന്നു? നല്ലൊരു അല്ലെ ഖുർആനെ പഠിപ്പിക്കണം, വലിയ പണ്ഡിതനാക്കണം, ഇൽമുള്ള നല്ലൊരു ആലിമാക്കണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ മാതാവിന്റെ ആഗ്രഹം. പക്ഷെ അവരാഗ്രഹിച്ചത് അങ്ങനെയാണ്, പക്ഷെ കുട്ടിക്ക് കാഴ്ചയില്ല. അപ്പൊ അത് മാത്രല്ല, ആ ആ പിന്നെ അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് യതീമായിട്ടാണ് ജനിക്കുന്നത്. അപ്പം സാമ്പത്തിക സഹായങ്ങളൊക്കെ വേണമെങ്കിൽ പിതാവിൽ നിന്ന് കിട്ടണ്ടേ അല്ലെ, അതും ഇല്ല. ഈ ഉമ്മ ഒറ്റപ്പെട്ട ഒരവസ്ഥ. ആ കുട്ടിയാണെങ്കിൽ കാഴ്ചയില്ല. പക്ഷെ അവരിലൊരു പ്രതീക്ഷ, അവർക്ക് അള്ളാഹുൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ. അവരെപ്പോഴും നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോഴും തഹജ്ജുദിലും അങ്ങനെ പ്രാർത്ഥിച്ച് പറയുന്നു. ഏകദേശം 3 വർഷക്കാലം അവർ പ്രാർത്ഥിച്ചു. ഒരു ദിവസം 2 ദിവസം അല്ല, 3 വർഷക്കാലം അവർ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാഴ്ചശക്തി തിരിച്ചു നൽകി എന്ന് പറയും. ആ കാഴ്ചശക്തിയെ കുറിച്ച് പറയുന്നത് അവരുടെ കാഴ്ച എന്ന് പറഞ്ഞാല് അത്രയും ഭയങ്കര പവർഫുൾ ആയിരുന്നു പോലും. എന്ന് പറഞ്ഞാല് പിന്നെ രാത്രി സമയങ്ങളില് ചന്ദ്രന്റെ വെളിച്ചം ഉണ്ടാവൂലേ, ആ വെളിച്ചത്തിൽ ഇരുന്നിട്ടാവൂല അവര് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഒരുപാട് കിതാബുകൾ, ദർസുകൾ പഠിച്ചത്. ഭയങ്കര കാഴ്ചയാവൂലും ആ തിരിച്ചു കിട്ടിയ കാഴ്ച എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മാന്റെ പ്രതീക്ഷ, അല്ലെ, റബ്ബിലുള്ള തവക്കുൽ, റബ്ബിലുള്ള പ്രതീക്ഷ, അത് അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമോ നമ്മൾ എത്ര കാലം ചോദിക്കും? എത്ര കാലൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മൾ കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്തില്ലേ അല്ലെ. നമ്മളൊരു കാര്യം എത്ര കാലായി പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും ഫലം ഉണ്ടാവുമായിരിക്കും, അതിൽ തന്നെ എന്തില്ല, ഒരു പ്രതീക്ഷയില്ല അല്ലെ. അങ്ങനെയല്ലേ? ആ ആ അങ്ങനെ ഒരു എന്തായാലും എന്റെ റബ്ബ് എന്തായാലും എനിക്ക് ഉത്തരം തരും എന്ന ഒരു ദൃഢമായ ഒരു യഖീനോടെ നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം കാര്യങ്ങൾ എത്ര കാലം നമ്മൾ പ്രാർത്ഥിച്ചിന് ഒന്ന് നമ്മൾ സ്വന്തത്തിലേക്ക് തന്നെ നോക്കണേ.
ഇവര് 3 വർഷം പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു താല അതിന് ഉത്തരം കൊടുത്ത്. സുബ്ഹാനല്ലാഹ്. ആ കാഴ്ച തിരിച്ചു കിട്ടി എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടല്ലേ. എന്നിട്ട് അവരാരായി മാറി. ഉം ഇപ്പോഴും അല്ലേ സുബ്ഹാനല്ലാഹ്. നമ്മള് എന്തെങ്കിലും ഒരു ഹദീസ് പറയുമ്പോ സ്വഹീഹുൽ ബുഖാരി മുസ്ലിം അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നില്ലേ. അവർക്ക് അത്രയും അള്ളാഹു ഇൽമു കൊടുത്തില്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ അവിടെ അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ആ പ്രാർത്ഥന അല്ലെ, അവരുടെ വിശ്വാസത്തിന്റെ ദൃഢത, റബ്ബിലുള്ള അള്ളാഹു തആല. നമ്മളിങ്ങനെ നമ്മള് കുറച്ചു കാലം ഇങ്ങനെ നമ്മള് കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. കാലാകാലം നമ്മള് ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം തരാതിരിക്കുന്ന എന്തിനാ? അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടിട്ടാ അല്ലെ. ചോദിക്കുന്നത് തന്നെ എന്താണ്? അതൊരു ഇബാദത്താണ്. നമ്മളെ കർമ്മങ്ങളില് നമ്മളൊരു സൽക്കർമ്മമായിട്ട് അതിങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ടാവും. എത്ര കാലല്ലേ ചോദിച്ച് കിട്ടിയിട്ടില്ലെങ്കിലോ അതിന് പകരമായി കിട്ടുന്നത് പരലോകത്ത് സ്വർഗത്തില് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വിലമതിക്കാനാകാത്ത അത്രയും വലുതായിരിക്കും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്താക്കണം? റബ്ബിൽ അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിക്കണം അല്ലെ. അതുപോലെ ഈ ഞാൻ പറയില്ല, ഈ സീറത്തുൻ നബിന്റെ ഇതില് അവസാനം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ഒരു സംഭവമാണ്. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഒരു ഡോക്ടർ പിന്നെ അവരുടെ ഇൻസ്റ്റയിലോ എന്തോ ഏതോ പേജിൽ ഇങ്ങനെ കുറിച്ചിട്ട് ഒരു അനുഭവം പറഞ്ഞതാ. ഇപ്പോഴും അതുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വായിക്കാന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അവരുടെ പേരും അതൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് കേട്ടിട്ടേ ഉണ്ടായിട്ടുള്ളൂ. കേട്ടപ്പോ തന്നെ വല്ലാത്തൊരു ഇത് നിങ്ങളോട് പറയണമെന്നുള്ള ഒരു ഇതുണ്ടാവൂലേ അങ്ങനെ. നമ്മളെല്ലാം മനസ്സിലല്ലാവു അല്ലെ, നല്ലൊരു ഈമാൻ, നല്ല ശക്തമായ ഈമാൻ തന്നുള്ള അവൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പറയുമ്പോഴെങ്കിലും നമുക്ക് കുറച്ച് വരുമല്ലോ അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ ആവശ്യങ്ങൾ, എന്തെല്ലാം ആവശ്യങ്ങൾ. ആവശ്യമില്ലാത്ത അല്ലെ, അള്ളാഹുലേക്ക് ആവശ്യക്കാരനല്ലാത്ത, ആവശ്യക്കാരിയല്ലാത്ത ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാ? ഏതെങ്കിലും തരത്തില് നമ്മൾ ആവശ്യക്കാരല്ലേ അല്ലെ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ ഇറക്കി തരുന്ന ഏതൊരു നന്മക്കും ആവശ്യക്കാരനാണ് റബ്ബെ. ഞാൻ ആവശ്യക്കാരിയാണ് റബ്ബെ. നിന്റെ സഹായം ഇല്ലാണ്ട് അല്ലെ നമുക്കൊരു ചെറുവിരല് പോലും ഇളക്കാൻ കഴിയൂല റബ്ബെ. നമ്മൾ ആവശ്യക്കാരിയാണ്. അപ്പം അതില് ഒരു ഡോക്ടർ അവരുടെ അനുഭവം പറയുന്നതാണ്. വലിയൊരു ഓങ്കോളജിസ്റ്റ് അങ്ങനെ എന്തോ ആണ്, ഈ ക്യാൻസർ സംബന്ധമായ അസുഖങ്ങളൊക്കെ ചികിത്സിക്കുന്ന വലിയൊരു ഡോക്ടർ. അയാളുടെ ഒരു പേഷ്യന്റ് ഒരു ലേഡിയാണ്. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അപ്പൊ അതിനിങ്ങനെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4th സ്റ്റേജറ്റാ ഉള്ളത്. ആ സമയത്ത് പിന്നെ അവർ പ്രഗ്നന്റ് ആയി. അപ്പോ ഡോക്ടറെ അടുത്ത് വന്നിട്ട് അവർ പറയുന്നു ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഡോക്ടർ പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻ എല്ലാം എടുക്കുന്ന ഈ സമയത്ത് കീമോ, റേഡിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പ്രഗ്നൻസി അലൗഡ് അല്ല. ഒന്നുകിൽ പ്രഗ്നൻസി അത് അബോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നിർത്തിവെക്കണം, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ ഡോക്ടർ നിർബന്ധിച്ചത് എന്തിനാ? ഡോക്ടർ പറഞ്ഞ അത് അബോർഷൻ ചെയ്തോ, കാരണം നിങ്ങൾക്ക് അത് പറ്റൂല, കാരണം ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരാളല്ലേ, അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും അബോർഷൻ ചെയ്യൂല, ഞാൻ ട്രീറ്റ്മെന്റ് നിർത്തിവെച്ചോളാം. ആ രോഗം വന്നിട്ട് എനിക്ക് എന്താ സംഭവിക്കുന്നത് ഞാൻ സംഭവിച്ചോട്ടെ, ട്രീറ്റ്മെന്റ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഞാൻ ഇത് പ്രഗ്നൻസി ഉണ്ടാക്കുന്നില്ല, അബോർഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവരവിടെ നിന്ന് പോയി. ഡോക്ടർ പിന്നെന്താ ചെയ്യാൻ കഴിയില്ലല്ലോ, അവരത്രയും സ്ട്രോങ് ആയ ഒരു തീരുമാനം എടുത്തിട്ട് അവര് പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രസവം കഴിഞ്ഞിട്ട് വാ, ബാക്കി നമുക്ക് ആ സമയത്ത് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് അവര് പോയിട്ട് പിന്നെ അവരെ പ്രസവിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വീണ്ടും വന്ന് ആ സമയത്ത് പരിശോധിച്ചപ്പോ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. പറയുന്ന ഒരു ക്യാൻസറിന്റെ ഒരു അംശം പോലും അവരുടെ ശരീരത്തിൽ ഇല്ല, പൂർണ്ണമായിട്ടും ഭേദമായി. എന്താ? അപ്പൊ ഈ ഡോക്ടർ അഭിമുഖം നടത്തുന്ന ആ ആള് ചോദിക്കുന്നുണ്ടോലു, എന്താ ഇതിന്റെ റീസൺ എന്താന്ന് ചോദിക്കുമല്ലോ അല്ലെ, എന്താ അതിലവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത്. അപ്പൊ ഡോക്ടറും പറഞ്ഞത് എന്താ വെച്ചാല്, എന്താന്ന് എനിക്കറിയില്ല, റബ്ബ് ഉണ്ട് എന്നുള്ള ഒരേ ഒരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു ഇത്, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇതിൽ പറയാനില്ല. അപ്പൊ പിന്നെ ആ സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് അയാള് ആ ഇന്റർവ്യൂ ഈ ഡോക്ടറെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഡോക്ടറാണ് ഈ അനുഭവം പറഞ്ഞത്.
അപ്പൊ ആ ഡോക്ടറോട് ചോദിച്ച് ആ സ്ത്രീയുടെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ അടുത്ത് ഇയാൾ ചെന്ന് എന്നിട്ട് അവരോട് ചോദിച്ചു പോലും എന്ത് അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത്, എന്താ നിങ്ങൾ ചെയ്തത് ആ കാലയളവില്. ഉം. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാല് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കും. ഞാന് പിന്നെ അവര് ഒരു അറബിയിൽ ഒരു വാക്ക് പറയുന്നുണ്ടേ, അതായത് പിന്നെ രാത്രിയുടെ ആ സമയത്ത് ഉറക്കെഴുന്നേറ്റ് ആ തഹജുദിന്റെ സമയത്ത് ഞാനിങ്ങനെ അള്ളാഹ് അവരവരുടേതായ വാക്കിൽ തന്നെ പ്രാർത്ഥിച്ചത്. എന്താണ് കറക്റ്റ് ഞങ്ങൾക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. അവര് പറഞ്ഞെന്ന് വെച്ചാല് പിന്നെ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലെ എല്ലാ ഇതിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവെ, നീ വിചാരിച്ചാല് ഈ പറഞ്ഞ ഈ എന്റെ ഈ ശരീരത്തിൽ ഈ അസുഖത്തെ മാറ്റാൻ നിനക്ക് അത്രയും ഇല്ലേ വളരെ നിസ്സാരമായ ഒരു കാര്യമാണെന്നുള്ള നിലക്ക് അവരവരുടേതായ ഭാഷയിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത് എനിക്ക് കിട്ടുന്നില്ല. ഞാനത് നോക്കിയിട്ട് ഒന്നും കൂടി കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അവരങ്ങനെ പറഞ്ഞു, അതായത് ആ ഒരു അസുഖം മാറ്റിത്തരണം എന്നുള്ള രീതിയിൽ അള്ളഹാനോട് ആവശ്യപ്പെട്ട എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പറഞ്ഞു. എല്ലാ ദിവസവും ആ ഒരു സമയം പ്രാർത്ഥന സ്വീകരിക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ അല്ലെ, തഹജുദിന്റെ ആ സമയത്ത് എഴുന്നേറ്റിട്ട് അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് 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 സുബ്ഹാനല്ലാഹ് അള്ളാഹു തആലയിൽ അവർക്ക് അത്രയും പ്രതീക്ഷ ഉണ്ടായിന്. അവരൊരു തെറ്റ് ചെയ്യാനില്ല അല്ലെ. ആ അബോഷൻ എന്ന് പറയുന്നത് വലിയൊരു തിന്മയല്ലേ, ഒരു വലിയൊരു ഒരു മഹാപാപമാണ് അല്ലെ, ഒരു കൊലപാതകം എന്ന് പറയുന്നത്. അപ്പൊ അവരത് ചെയ്യാതെ അള്ളാഹുവിൽ പൂർണ്ണമായും തവക്കുൽ ചെയ്ത് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിച്ച് അവിടെ ആവശ്യം അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പറഞ്ഞു, എല്ലാ ദിവസവും. ആ റബ്ബ് കേൾക്കാതിരിക്കോ അല്ലെ? ആരാണ് നമ്മളെ റബ്ബ്? ആരാണ് നമ്മളെ റബ്ബ്? എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, ഉത്തരം നൽകുന്നവനാണ് അല്ലെ. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹിനെ കുറിച്ച് ചോദിച്ചാൽ എന്താ പറയാൻ പറഞ്ഞേ? ഞാനിതാ നിന്റെ അടുത്തുണ്ട്, ഞാൻ നിന്റെ അടുത്തേക്ക് ഏറ്റവും അടുത്തവനാണ്, എന്നോട് ചോദിക്ക്, ഞാൻ ഉത്തരം തരാ. അള്ളാഹു തആല നമ്മളോട് പറഞ്ഞതാണല്ലേ. നമുക്ക് എത്ര ആൾക്കാർക്ക് ഈ ഒരു പ്രതീക്ഷ ഉണ്ട്, ഈ ഒരു ദൃഢവിശ്വാസം ഉണ്ട്, ആ ഒരു യഖീൻ, ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് എനിക്ക് ഉത്തരം തരും. നമ്മൾ തന്നെ ചോദിക്കണം, വേറെ ആരും ഏൽപ്പിക്കണ്ട അല്ലേ. എന്നിട്ട് അഖീദ ക്ലാസ് കേട്ടിട്ടില്ലേ? നമ്മൾ ആ വേറെ ആരെയും മറ്റേ ഇതാക്കണ്ട, അള്ളാന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധിയാക്കിയിട്ട് കാണണ്ട. ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ടീച്ചർ ദുആ ചെയ്താൽ. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും വിശ്വസിക്കാൻ തന്നെ പാടില്ല അല്ലെ, അങ്ങനെയൊന്നും വിചാരിക്കാൻ പോലും പാടില്ല. നമ്മൾ ആരെയും ഒരാളെക്കാളും മഹത്വം കൊടുക്കന്നെ വേണ്ട. സുബ്ഹാനല്ലാഹ്. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാക്കണം. ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് തരും, ആ ഒരു വിശ്വാസം വേണം. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്, അൽഹംദുലില്ലാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയണം. പറയാൻ കഴിയൂലേ സഹോദരിമാരെ? എല്ലാവർക്കും പറഞ്ഞൂടെ എന്റെ റബ്ബ് ഞാൻ ചോദിച്ചാല് എനിക്ക് ഉത്തരം തരുന്നു? തരും, ഉറപ്പായിട്ടും തരും. അത് ഏത് രൂപത്തിലാകുമെന്ന് നമുക്കറിയൂല അല്ലെ, ഏത് രൂപത്തിലാന്ന് അറിയൂല. നമ്മളെ റബ്ബ് അത്രയും നമ്മളോട് അടുത്തിരിക്കുന്നവനാന്ന്. നമ്മളൊന്നിങ്ങനെ അല്ലെ, ഒരു മുഴം എടുക്കുമ്പോ നമ്മളൊരു ചാണെടുക്കുമ്പോ ഒരു മുഴം നമ്മളിലേക്ക് അടുക്കുന്ന റബ്ബ്, നടന്നെടുക്കുമ്പോ റബ്ബ് ഓടി അടുക്കുന്ന പറഞ്ഞ്. നമ്മൾ എങ്ങനെയാണോ റബ്ബിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും നമ്മളോട് നമ്മളെ റബ്ബിന്റെ ഇതുണ്ടാവുക. നല്ലത് വിചാരിക്കാം, പടച്ചവനെ കുറിച്ച് നമ്മൾ നല്ല വിചാരം വിചാരിക്കാം. ഒരിക്കലും റബ്ബിന്റെ കാര്യത്തിൽ റബ്ബിനോട് ചോദിച്ചിട്ട് നമ്മളെ കാര്യത്തിൽ നമുക്കൊരു നിരാശ വരാൻ പാടില്ല. എത്ര കാലായി ചോദിക്കുന്നില്ലേ, എത്ര കാലായി ഇത് അനുഭവിക്കുന്നു, എത്ര കാലായി ഇതിങ്ങനെ പറയുന്നു, എന്താ ചെയ്യാന് അല്ലെ. ഇങ്ങനൊരു നിരാശ നമുക്ക് ഉണ്ടാകാനേ പാടില്ല. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയണം. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളല്ലേ, അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടാണ് അല്ലെ. നമ്മളെ റബ്ബിന് നമ്മളെ ഭയങ്കര ഇഷ്ടാണ്. നമുക്ക് ഇഷ്ടല്ലേ അള്ളാനെ? നമുക്ക് റബ്ബിന് ഇഷ്ടല്ലേ? നമുക്ക് ഇഷ്ടാണെങ്കിൽ നമ്മളെ ഇഷ്ടാണ് അള്ളാഹ്ക്ക്.
അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് ഇവരോടൊന്ന് ദുആ ചെയ്യാൻ പറയണ്ടല്ലേ? എന്തിനാ പറയുന്നത്? വേണ്ട, നമ്മളെന്നെ ചോദിക്ക്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിന്റെ ഉമ്മ ചോദിച്ച പോലെ വർഷങ്ങളോളം ചോദിച്ചുകൊണ്ടേയിരിക്കെ, ഒരു മടിയും ഇല്ലാണ്ട്, ഒരു വിഷമവും ഇല്ലാണ്ട്, നല്ല പ്രതീക്ഷയോടെ തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല. സുബ്ഹാനല്ലാഹ്. ഈ കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഈ ബദർ യുദ്ധവും അതിന്റെ വിജയവും അതിന്റെ ആ ചരിത്രങ്ങളെല്ലാം പറഞ്ഞ്, എന്നിട്ട് ഈ സംഭവം പറഞ്ഞ്, എന്നിട്ട് ആ പ്രാർത്ഥന പറഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു 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 വല്ലാത്തൊരു അനുഭൂതി. സുബ്ഹാനല്ലാഹ്. എന്താ അറിയോ, ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തലായിട്ടും അല്ലാതെയും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒരു വലിയ പണ്ഡിതൻ അവരുടെ ശിഷ്യന്മാര് എത്രയോ 200ഓളം ശിഷ്യന്മാർക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു ദുആണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാല് ഉത്തരം തരും, ഉറപ്പായിട്ട് ഉത്തരം നൽകും എന്ന് പറഞ്ഞ പ്രാർത്ഥന. അതേതാ പ്രാർത്ഥന എന്നറിയോ? അതേതാ സമയം എന്നറിയോ? ഏതായിരിക്കും? ഊഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാരും മ്യൂട്ടായിട്ടാണല്ലോ ഉള്ളത് അല്ലേ? ഒന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ പറയാം. എന്താ, പിന്നെ നമ്മൾ ഉറങ്ങൂലേ? ഉറങ്ങി അല്ലെ? ഉറക്കത്ത് നമ്മൾ ഞെട്ടി ഉണരൂലേ? ഇടയ്ക്കൊക്കെ ഞെട്ടൂലേ അല്ലെ? ചില ആൾക്കാർ രാത്രി കിടന്നാല് പിന്നെ രാവിലെ എണീക്കും. സുബ്ഹാനല്ലാഹ്. അത് നല്ലൊരു ഉറക്കാണ് അല്ലേ? ആ പ്രായമൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ അല്ലെ? ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. പണ്ടെല്ലാം അങ്ങനെയാണ്, കിടന്നാതേ ഓർമ്മ ഉണ്ടാവും, പിന്നെ രാവിലെ അതിനെ അറിയൂ. രാവിലെ മീൻസ് സുബഹിന്റെ ആ സമയത്തേ ഉണരും. അതിന്റെ ഇടയിൽ നെട്ടേ ചെയ്യില്ല, എന്ത് ബോബ് കൂട്ടിയാലും അറിയൂല എന്നെല്ലാം പറയൂലേ? അങ്ങനത്തെ ഉറക്കായിരുന്നു കുറച്ചു കാലം മുമ്പൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ചിലപ്പോ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥനക്കൊക്കെ അവസരം അള്ളാഹ് തരുന്നതായിരിക്കും. സുബ്ഹാൻ. കാരണം ഇതൊക്കെ ഇപ്പോഴാണല്ലോ, കുറച്ചായിട്ടല്ലേ ഉള്ളൂ പ്രാക്ടിക്കൽ ആക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഉറക്കത്ത് ഞെട്ടിയാല് പ്രാർത്ഥിക്കാനെല്ലാം പണ്ടുണ്ടാവും ഓർമ്മ. സുബ്ഹാനല്ലാഹ് അല്ലേ? ഇതിങ്ങനെ നിരന്തരം കേട്ടോണ്ടിരിക്കുമ്പോ നമ്മളത് വിചാരിച്ച എന്തായാലും ഉറക്കത്ത് ഞെട്ടിയാ പ്രാർത്ഥിക്കണം. അപ്പൊ പിന്നെ ഞെട്ടണ്ടേ അല്ലേ? അപ്പൊ പിന്നെ അള്ളാഹു താല എന്താക്കും, ഉറക്കത്തെടുക്ക് ഞെട്ടി ഉണർത്തി ഉറക്കം കിട്ടാണ്ടെല്ലാക്കും. ഉറക്കം കിട്ടാണ്ടെല്ലാം ആയാലേ നമുക്ക് എന്ത് വരൂ, എന്തെങ്കിലും ഒരു പ്രാർത്ഥനയെല്ലാം വരൂ അല്ലെ? ഉറക്കം കിട്ടാണ്ടാവണ്ടേ? അല്ലാതെ ഇങ്ങനെ ഉറക്കച്ചടവിലൊന്നും നമുക്ക് എന്ത് വരൂല, ദിക്ർ വരൂല അല്ലെ? ഓർമ്മ വരൂല, പ്രാർത്ഥന വരൂല. വരണം. ഏത് ഉറക്കത്തെ ചടവിലും ഞെട്ടിയാല് പ്രാർത്ഥന വരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അള്ളാഹു താല എത്തിച്ചു തരട്ടാമേ. അപ്പം ഉറക്കത്ത് ഞെട്ടിയാല് ഇങ്ങനെ പ്രാർത്ഥിക്കും അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു അത്? ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് പറയുന്നത് ആ പ്രാർത്ഥനയില്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സോറി, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഫസ്റ്റ് അതാണ്. അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, റബ്ബി ഗ്ഫിർലി അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി. ഇത്രയും ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ദുആ ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കുന്നു. എന്ത് ദുആ ചെയ്താലും ആ ദുആ എന്തായാലും സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. എത്ര ആളുകള് ഈ ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താറുണ്ട്? ഇതുവരെ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് തീരുമാനിച്ചോ. ഇന്ന് നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് ഇടക്കൊന്ന് ഞെട്ടിയിട്ടുണ്ടെങ്കിൽ, ഇനിയില്ലേ നിങ്ങൾ എപ്പോഴാണ് ഞെട്ടെന്ന് വിചാരിച്ചോ, രാവിലെ സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ആൾക്കാര് ഒരു 4 മണിക്ക് സമയത്തൊക്കെ നെട്ടിന്ന് വിചാരിച്ചോ, അപ്പൊ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാട്ടോ. നമ്മൾ നെട്ടി ശരിക്കും ഇപ്പൊ അലാറം വെച്ചിട്ടാണ് ഞെട്ടെന്ന് വിചാരിച്ചോ, എന്നാലും ആ സമയത്ത് നമുക്ക് എന്താക്കാം, ഇത് ചൊല്ലാം. ഇതൊക്കെ ചൊല്ലി എന്നിട്ട് എന്താക്കാം, അള്ളാഹിനോട് ദുആ ചെയ്യാം. എന്തായാലും സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും. അത് ഏതൊരു വലിയ ഇമാമിന്റെ 200ഓളം ശിഷ്യന്മാർ അവരുടെ അനുഭവം പറഞ്ഞല്ലോ. അവർക്ക് എല്ലാവർക്കും ഈ സമയത്ത് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അവർ ചോദിച്ച കാര്യം അവർക്ക് ഈ ദുനിയാവിൽ തന്നെ അത് നടന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അപ്പൊ പിന്നെ നമുക്ക് എന്തിനാ മടി അല്ലേ? നമ്മളെല്ലാരും ഉറങ്ങുന്നുണ്ട്, ഉറക്കത്തുനിന്ന് നമ്മൾ ഞെട്ടുന്നുണ്ട്. എന്തായാലും ഉറങ്ങി എണീക്കൽ എന്ന് പറയുന്നത് ഒരു ഞെട്ടലാണല്ലോ അല്ലെ? അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താക്കാം, ഫസ്റ്റ് ഇത് ചൊല്ലിട്ട് കട്ടുമ്പോ എണീക്കാണ്ട് തന്നെ കടന്നിടത്തുനിന്ന് തന്നെ അള്ളാനെ ഓർമ്മിക്കലേന്നല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവേ നീ അല്ലാതെ ഒരു ഇലാഹില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഫസ്റ്റ് പറയുന്നത് അല്ലേ. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാണ് എല്ലാ അധികാരവും എല്ലാ സ്തുതിയും അവനാണ് അല്ലെ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് പറയുമ്പോ ഈ ഒരു ബോധം ഉണ്ടാവണം നമുക്ക്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്. അല്ലേ, എല്ലാ അധികാരവും എല്ലാം റബ്ബിനാണ്, അവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ്. നമ്മളിത് എത്ര കാലമായി ഈ ദിക്റ് ചൊല്ലുന്നല്ലേ? ഈ അർത്ഥമെല്ലാം ഓർമ്മിച്ചിട്ട് ചൊല്ലാറുണ്ടാ സഹോദരിമാരെ? നമ്മളിങ്ങനെ ഒരു വായക്ക് നാവിനൊരു എക്സസൈസ് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ, ഇങ്ങനെയല്ലേ ചൊല്ലാറുള്ളത്? സത്യല്ലേ ഞാൻ പറഞ്ഞത്? ഏ ഇതിങ്ങനെ ചൊല്ലുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെല്ലോ അർത്ഥമെല്ലാം ഓർമ്മിച്ച് ചെല്ലാറുണ്ടാ? ശരിക്കും അത് പറയുമ്പോ തന്നെ സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് എന്താ കഴിയാത്തപ്പോ നമ്മൾ ആവശ്യം അവിടെ വരുന്ന് അല്ലേ. എന്നിട്ട് അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെയും അതന്നെ പറയുന്നത്. അള്ളാഹുവിന് എത്ര സ്തുതിയിലെ, സർവ്വസ്തുതിയും അള്ളാഹ്ക്കാണ്. അവൻ എത്ര പരിശുദ്ധനാണ്, അവൻ ഏറ്റവും വലിയവനാണ്, അവനല്ലാതെ ഒരു ഇലാഹില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. അവന് എന്താണ്, അവനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവും ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. റബ്ബി അഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തിരണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർലി അല്ലെ. അതിന്റെ കൂടെ വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി എല്ലാം പറയാ. എന്ത് വേണമെങ്കിലും പറയാ. എന്തെല്ലാം ചോദിക്കാനുണ്ട് അതൊക്കെ ചോദിച്ചോ. സ്വർഗം ചോദിച്ചോ, നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചോ, മക്കൾക്ക് വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, നമുക്ക് നന്മ ഉപദേശിച്ച് തരുന്നവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ സഹായിച്ചവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കണ്ടേ അല്ലെ? ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണ്ടേ? ഏ എന്റെ അടുത്ത് നമ്മളിങ്ങനെ മാസത്തിൽ സഹായം കൊടുക്കലുണ്ടല്ലോ. അന്നേരം ഒരു പെൺകുട്ടി വരുത്തുണ്ടേ. പെൺകുട്ടിയും പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാല്, ചെറിയ കുട്ടിയൊന്നല്ല, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഒരു കുറച്ചൊരു മാനസികമായിട്ട് ഒരു ഇത്തിരി കുറച്ചൊരു പ്രയാസമുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അതിങ്ങനെ വരും. അപ്പൊ ഞാൻ നല്ല നിലയിൽ പറയുമ്പോ ഭയങ്കര ഇഷ്ടമാണെല്ലാം കേൾക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ അടുത്ത് വരാൻ എനിക്ക് ഇഷ്ടം, നിങ്ങള് നല്ല വർത്താനാണ്. പിന്നെ ഓരോരാളെല്ലാം എന്തെല്ലോ ചോദിക്കും എന്നോട്, അന്നേരം എനിക്ക് ദേഷ്യം പിടിക്കും, അവരോടെല്ലാം എനിക്ക് ഭയങ്കര ദേഷ്യാണെന്ന് പറയും. പിന്നെ നിങ്ങള് നല്ല സ്വഭാവം പറയും എന്നോട്. ഞാൻ എന്നെ പൊക്കുന്നതല്ല കേട്ടാ, അതിങ്ങനെ വന്നിട്ട് ഓരോന്ന് പറയും. അപ്പൊ പിന്നെ അതിങ്ങനെ പ്രാർത്ഥിക്കുവേ. പിന്നെ പൈസ കൊടുത്താലേ എന്നോട് പിന്നെ എല്ലാവർക്കും നല്ലത് തരട്ടെ. എല്ലാവർക്കും നല്ലത് തരണ്ട, നല്ല ആൾക്കെല്ലാം നല്ലത് തരട്ടെ, ദുഷ്ടന്മാർക്കെല്ലാം പിന്നെ അള്ളാഹിന്റെ ശിക്ഷ ഉണ്ടാട്ടെ എന്ന് പറയും. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ദുഷ്ടന്മാർക്ക് എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പറയും. വേണ്ട വേണ്ട, ഇല്ല ടീച്ചർ, എനക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ കഴിയില്ല, ദുഷ്ടന്മാരെല്ലാം ബെടക്ക, അവരെല്ലാം പോക്ക. അത് കുറച്ചൊരു അത്ര ഒരു ബുദ്ധിസ്ഥിര കുറച്ച് ഇത് കുറവുള്ള കുട്ടിയാ. അപ്പം ഇല്ല, ദുഷ്ടന്മാർക്ക് ഞാൻ പ്രാർത്ഥിക്കില്ല, ഉപദ്രവിക്കുന്ന ആള് ബെടക്ക, അവരെ മോശ, അവർക്ക് ശിക്ഷ ഉണ്ടാട്ടെ, അവരെല്ലാം അങ്ങനെ പറയാം. ഇല്ല അങ്ങനെയല്ല, നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാ അത് ടീച്ചർ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ, ഞാൻ എന്നെ കിട്ടൂല മറ്റേ ഒറ്റ പോക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് പോട്ടെ, അത് അറിവില്ലാത്തത് കൊണ്ടും ആ ഒരു ബുദ്ധി കുറവ് കൊണ്ടും ഒക്കെ അത് അങ്ങനെ ചിന്തിക്കുന്ന. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അല്ലേ. നമ്മളെ ഉപദ്രവിച്ചവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതല്ലേ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നല്ലേ. ത്വായിഫിൽ പോയപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ആട്ടി ഓടിച്ചപ്പോ
മുറിവേറ്റ പോലെ കല്ലെറിഞ്ഞ് ഓടിച്ച് ശരീരം മുഴുവൻ മുറിവായി, പല്ല് പൊട്ടിയില്ലേ, കാലിനൊക്കെ മുറിവായിട്ട് ചോര ഒലിച്ച് ഇങ്ങനെ വേച്ച് വേച്ച് നടന്നു ഓടുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചിട്ടില്ലേ, ആ വലിയ മല കൊണ്ടുപോയി അവരെ നശിപ്പിക്കട്ടെ, അള്ളാന്റെ റസൂലിനോട് ചോദിച്ചില്ലല്ലേ? പക്ഷെ വേണ്ടാന്നാ പറഞ്ഞേ. വേണ്ട, അവരറിവില്ലായ്മയാന്നല്ലേ, അള്ളാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ, അവരറിവില്ലായ്മ അവരിങ്ങനെ ചെയ്യിപ്പിച്ച് അവർക്ക് പുറത്തു കൊടുക്കണേന്ന് അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അല്ലെ. നമ്മളെ ഉപദ്രവിച്ചവരായാലും നമ്മളെന്തെങ്കിലും കുറ്റം പറഞ്ഞ ആൾക്ക് എല്ലാവർക്കും അള്ള പുറത്തു കൊടുക്കട്ടെ, എല്ലാവർക്കും അള്ള പുറത്തു കൊടുക്കട്ടെ, ആർക്കും അള്ള മാപ്പ് കൊടുക്കട്ടെ അല്ലെ. അള്ളാഹുവെ, അറിവില്ലായ്മയാണ് എല്ലാരെയും തിന്മകൾ ചെയ്യിപ്പിക്കുന്നത്, അറിവില്ലായ്മയാണ്. പുറത്തു കൊടുക്കണേ റഹ്മാനെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തത്തിനെ മറക്കാതെ പ്രാർത്ഥിക്കണം. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെ. ഭർത്താവിനെ മറന്നുപോയേക്കല്ലേ. സ്വന്തത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവിനെ ഉൾപ്പെടുത്തിക്കോ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഭർത്താവിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്നിട്ട് എൻ്റെ ഒരു സഹോദരിയുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നാലും ഭർത്താവിനെ വിട്ടിട്ടാണ് കളിച്ചത് കേട്ടോ, നിങ്ങൾ എല്ലാവരെയും പറയുമ്പോൾ ഭർത്താവിനെയും പറയുമെന്ന് വിചാരിച്ച് കാത്തുന്നു, പക്ഷെ നിങ്ങൾ ഭർത്താവിനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭർത്താവിനെ ആരും വിട്ടേക്കല്ല കേട്ടോ, ഭർത്താവിന് നിങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ചോ. നല്ല പ്രാർത്ഥനകളെല്ലാം സ്വന്തം ഇണക്ക് വേണ്ടിയിട്ട് മറക്കാതെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭർത്താവിന് നന്മ വരാനും അല്ലെ, ജോലിയിൽ ബർക്കത്തുണ്ടാകാനും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുക. ഇനി ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയവരാണെങ്കിൽ ഒരിക്കലും മറന്നു പോകരുത്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സൽക്കർമ്മം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. മാതാപിതാക്കള്, മക്കള്, ഭർത്താക്കന്മാര്, അതുപോലെ പിന്നെ കൂട്ടുകാരികള് അല്ലെ, അയൽവാസികള്, കുടുംബക്കാര്, അങ്ങനെ 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 നമ്മളോട് ആരെല്ലാനോ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ എന്താക്കുക, എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ഓർമ്മിക്കാം. ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. നല്ല പ്രാർത്ഥനയാണ്. പറ്റുമെങ്കിൽ ആ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കാം. അതാവുമ്പോ എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളും എല്ലാം ഉൾപ്പെട്ട് അല്ലെ, വലിയൊരു നമുക്ക് നമ്മളെ തുലാസില് വലിയൊരു ഒരു കനം തൂങ്ങുന്ന ഒരു ഇബാദത്തായിട്ട് മാറും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാല്. കാരണം എത്രപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സമയം, പാതിരാ സമയം, ഇനി ആ സമയത്ത് നമ്മൾ നെട്ടി പ്രാർത്ഥിച്ച് നമ്മളെ ഇനി ഏതായാലും എണീച്ചേക്കാന്ന് വെച്ചാൽ എണീച്ച് 2 റക്അത്ത് നിസ്കരിച്ച് എന്തെങ്കിലും അത് സ്വീകരിക്കും എന്നാ പറയും. ഉറപ്പായിട്ട് അല്ലാഹു തആല സ്വീകരിക്കും എന്ന് പറയുന്നത് ആ നിസ്കാരം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉറപ്പ് പറഞ്ഞ കാര്യം നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അല്ലേ. ദുനിയാവി ആയാലും നമ്മളെല്ലാവർക്കും നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്, എന്ത് സ്വർഗം. അത് ആവശ്യമില്ലാത്ത ആരാ ഉള്ളേ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താക്ക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കുമ്പോ സ്വന്തത്തിന് മറന്നു പോകാൻ പാടില്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ അഭാവത്തിൽ അല്ലെ, നമ്മളെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന പിന്നെ എന്താ പറയാ, ഒരു പ്രതിഫലം എന്ന് വെച്ചാൽ എന്താണ്, മലക്കുകളുടെ പ്രാർത്ഥനയാണ് അല്ലെ. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആദ്യം പ്രാർത്ഥിക്കുമ്പോ ആദ്യം പ്രാർത്ഥിക്കാൻ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാനും എവിടെയോ ക്ലാസ്സിൽ കേട്ടിന്. പക്ഷെ അതിന്റെ ഇതെന്താന്ന് അറിയില്ല. എന്തായാലും നമ്മൾ സ്വന്തം കാര്യം പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളെ ഇണന്റെ കാര്യത്തില്. ഭർത്താവ് എന്ന് പറയുന്നത്, നമ്മള് ഭർത്താവ് എന്ന് പറയുന്നത് ഒന്നല്ലേ അല്ലെ, അല്ലാതെ നമ്മൾ വേറെ വേറെ അല്ലല്ലോ. അപ്പൊ നമ്മള് സ്വന്തം കാര്യം എന്ന് പറയുമ്പോ അത് തന്നെ നമ്മളെ കാര്യം തന്നെയാണ്, നമ്മളെ ഭർത്താവിന്റെ കാര്യം നമ്മളത് ഒന്ന് തന്നെ നമ്മളത്. അത് രണ്ടായി കാണണ്ട, ഒന്നായിട്ട് തന്നെ കണ്ടാ മതി. ചില ആൾക്കാർ ഇങ്ങനെ സംശയം ചോദിക്കുവേ, ശരിക്കും ഉള്ളത് തന്നെയാണ്. അതായത് ഭർത്താവിന് കടബാധ്യത ഉണ്ട്, പ്രയാസമുണ്ട്, ഭാര്യന്റെ സ്വർണത്തിന്റെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റൂ. ഭർത്താവിന്റെ കട ഉണ്ടെങ്കിൽ ഭാര്യന്റെ സ്വർണത്തിന്റെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാം. പക്ഷെ ഞാൻ എന്താ പറയലെന്നറിയോ, അയാൾ കടവും വെച്ചിട്ട്, ഭർത്താവിന് കടവും വെച്ചിട്ട് ഈ ഭാര്യ കുറെ പൊന്നും കൊണ്ടുനടന്നിട്ട് എന്താ, ആ പൊന്നങ്ങ് വിറ്റിട്ട് അയാൾ കടം തീർത്തു കൊടുത്തൂടെ അല്ലെ. ഭർത്താവ് നമ്മളതല്ലേ നമ്മള് സ്വന്തല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാരെയും നമ്മള് എന്താ പറയാ, നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.
എല്ലാവരുടെയും ദാമ്പത്യ ജീവിതം അള്ളാഹു നല്ല സൗഖ്യം നിറഞ്ഞ, ഹൈറ് നിറഞ്ഞ, ഒരുപാട് ബർക്കത്ത് നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതമാക്കി തരട്ടെ അള്ളാഹു താല. ആമീൻ. എല്ലാ കുടുംബങ്ങളിലും അള്ളാഹു സമാധാനം നിലനിർത്തട്ടെ അല്ലെ. ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യനെയും പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കി സഹകരിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മിക്ക കുടുംബങ്ങളിലും അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളും വഴക്കും ഇതൊന്നും ഇല്ലാത്ത വീടുകൾ ഉണ്ടാകൂല. തട്ടിമുട്ടി അല്ലെ, ചട്ടിയും കലൊക്കെ ആവുമ്പോൾ തട്ടിമുട്ടിയിട്ട് തന്നെ പോവാൻ കഴിയും. പക്ഷെ പിന്നെ അത് പൊട്ടി പോകാതെ ശ്രദ്ധിച്ചാൽ മതി. ഭർത്താവും ഭാര്യയും തമ്മിൽ അല്ലെ ആ ഒരു പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം നല്ല സഹകരണത്തോടു കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. പിന്നെ ചില ആൾക്കാർ ചോദിക്കൂലേ, ഇപ്പം ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല എന്നാണ്. അപ്പം ചില ഭർത്താക്കന്മാർ ദീനിപരമായിട്ട് തീരെ സഹകരണം ഉണ്ടാവില്ല, നിസ്കാരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ എന്താക്കണ്ടേന്ന് ചോദിക്കും ചില ആൾക്കാർ. എന്താ പറയാലേ, അപ്പോ അതിനനുസരിച്ചിട്ട് പോകാന്നല്ലാതെ നമുക്ക് പഠിച്ചോന്റെ കാര്യങ്ങളിൽ ഇത് കൊടുക്കാത്ത ഭർത്താക്കന്മാരെ നമുക്കിപ്പോ വല്ലാതെ നമുക്ക് കൂടെ നിർത്തി കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെ. അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും അവരോടുള്ള സമീപനം ഉണ്ടാവുക. എന്നാലും പ്രാർത്ഥിക്കാം, അള്ളാഹു താല എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്ക് അല്ലെ, ഒരാളെ നമുക്ക് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വർഗത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി അത് നമ്മളെ ഭർത്താവിനെ ആയിക്കോട്ടെ അല്ലെ. ഭർത്താവ് അതായത് ദീനപരമായിട്ട് അറിവൊന്നും ഇല്ലാത്ത ആൾക്കാര് ഉണ്ട്, ഒരുപാടുണ്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ ക്ലാസ് ഒക്കെ കേൾക്കുന്ന ഭാര്യമാർ തന്നെ ഭർത്താക്കന്മാർക്ക് ദീനില്ലാത്ത ഒരുപാട് ആൾക്കാർ അതിൽ പ്രയാസമുണ്ട്. അള്ളാഹു എല്ലാവർക്കും അല്ലെ അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലൂടെ നിങ്ങളെ കുടുംബത്തെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖൂ അംഫുസക്കും അഹ്ലീക്കും നാറാന്നല്ലേ പറഞ്ഞേ. നിങ്ങളെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ട ചെറിയ പരിശ്രമങ്ങൾ നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കൂ. എന്നാലും നമ്മൾ ഇപ്പം പ്രതീക്ഷ നഷ്ടപ്പെടുത്തണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം അല്ലെ. പ്രതീക്ഷയോടെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റവും നന്നാക്കുക. മാതൃകാപരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം സമയം ആ ഒരു പാതിരാ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അള്ളാഹുമായിട്ട് സംസാരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരല്പസമയം നമ്മൾ മാറ്റിവെക്കുക. അത് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ആ തഹജ്ജുദിന്റെ സമയമാണ്. ഇനി അതിനൊന്നും പറ്റാത്ത ആൾക്കാർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒന്നുകിൽ എല്ലാ ഫർള് നമസ്കാരത്തിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഒരു കുറച്ച് സമയം എന്തായാലും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. സത്യം പറഞ്ഞാലില്ലേ, ഞാൻ ഇന്ന് സൂറത്തു ആലിമ്രാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആലിമ്രാനൊക്കെ ആയത്തെല്ലാം എടുത്തു വെച്ചിന്. പിന്നെ അതിന്റെ മുമ്പിൽ ഞാനിങ്ങനെ എടുത്തു വെച്ചിന്. പക്ഷെ ഞാന് പിന്നെ പറഞ്ഞു തുടങ്ങിയപ്പോ എവിടെയോ എത്തി. അങ്ങനെ 3:24 ഇനിയിപ്പോ ആലിമ്രാൻ എടുക്കാൻ സമയമില്ല, കാരണം വലിയ ആയത്താണ് എടുക്കാനുള്ളത്. പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിലപ്പോ ആർക്കൊക്കെ ആവശ്യമുള്ളതായിരിക്കാം. അള്ളാഹു താല എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കാം. ഞാന് പിന്നെ ഇതൊന്നും ഞാൻ ഇന്ന് പറയണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. ഫസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലക്ക് ഒരു 5 മിനിറ്റ് അള്ളാഹിനെ കുറിച്ചിട്ട് ബാങ്കിന്റെ ആ കാര്യം മാത്രമേ പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ബാക്കി സുഹൃത്തു ആലിമ്രാൻ എടുക്കാന്നാ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താ ഇത്ര സമയം പറഞ്ഞിട്ട് ഇത്രയും സമയം ആയതും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. സത്യം പറഞ്ഞാല് 3:25 എന്തായാലും കാര്യങ്ങൾ അള്ളാഹു ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നല്ല രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു എല്ലാരും അനുഗ്രഹിക്കട്ടെ. തുടക്കത്തിൽ സെലീന കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ തോന്നുന്നു ഇതിലേക്ക് അള്ളാഹു എത്തിച്ചത്. എന്തായാലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു ഖദ്ദർ, അള്ളാഹ് കണക്കാക്കിയത് ഇങ്ങനൊക്കെയാണ്. പറഞ്ഞ കാര്യങ്ങള് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാ. പ്രതീക്ഷ എത്ര അല്ലെ മാരകമായ അസുഖമാണെങ്കിലും എന്ത് വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു താല അത് സ്വീകരിക്കും. ആ കാര്യത്തിൽ നമുക്ക് എന്ത് വേണ്ട, ഒരു സംശയമേ വേണ്ട. റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ കാര്യത്തില് ഇതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് ബാങ്കിന്റെ കാര്യമാണ്. എല്ലാ നിസ്കാരത്തിനും ബാങ്കിന് മുമ്പേ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമുക്കൊന്ന് തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൈറായിരിക്കും. അത് ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും.
ഉം. ഒന്ന് ശ്രമിച്ചു നോക്കണേ സഹോദരിമാരെ. എല്ലാ നേരവും പറ്റില്ലെങ്കിലും നമുക്ക് പറ്റുന്ന സമയത്ത് കുറച്ച് നേരത്തെ, അതായത് വീട്ടിൽ തന്നെ ഉള്ള സ്ത്രീകളാണെങ്കിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവൂല. പിന്നെ ജോലിക്കൊക്കെ പോകുന്ന പഠിപ്പിക്കാനും അങ്ങനൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ കാര്യത്തിൽ കുറച്ച് ഇത്തിരി പ്രയാസം ഉണ്ടാവും. വർക്കെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ. അല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് പണി ഉണ്ടാവും. വീട്ടിൽ പണിയില്ലാണ്ട് എന്തായാലും ഇല്ലാണ്ടിരിക്കൂല. പിന്നെ പ്രായമുള്ള ആൾക്കാരും പിന്നെ മക്കളും കുറെ മക്കളും എല്ലാം ഉണ്ടാകുമ്പോൾ പണിയെല്ലാം തന്നെ. എന്നാലും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഇന്നു മുതൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങാം. ഞാനും ഉണ്ട്, നിങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്താട്ടെ. വെറുതെ ഒന്ന് ചോദിക്കുക ടീച്ചറോട്, ടീച്ചറേ ബാങ്കിന് മുമ്പ് ടീച്ചർക്ക് റെഡിയാകാൻ കഴിഞ്ഞോ എന്നൊക്കെ വെറുതെ ഒന്ന് ചോദിച്ചോ. കാരണം അതെനിക്കൊരു ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ. മാഷാ അല്ലാ, നല്ല കുട്ടികളാണ്. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്നോടും പറയാം. കാരണം അതിനുള്ള അവകാശമുണ്ട്. അത് ഞാൻ പൂർണ്ണമായി തന്നിരിക്കുന്നു. ഞാൻ ഭയങ്കര അങ്ങ് കൊമ്പത്തെത്തിന്നൊന്നും ആരും വിചാരിക്കണ്ട. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോടെല്ലാം പറയുന്നത്. അപ്പോ അള്ളാഹു ഒരു തൗഫീക്ക് നൽകലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുല പ്രതീക്ഷ അർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും റമദാനിന് മുമ്പ് ഈ ഒരു ഒരുക്കം, നിസ്കാരത്തിന് മുമ്പേ കുറച്ച് സമയം മുമ്പേ, ബാങ്കിന് കുറച്ച് മുമ്പേ ഉണ്ടാക്കാൻ, ഫോണ് മാറ്റി വെക്കാൻ. പ്രധാനമായിട്ട് പറയാനുള്ളത് അതാണ്. ഫോണിന് നമ്മൾ എന്താക്കുക, ഒരു സ്ഥലത്ത് മാറ്റി വെക്കുക. സൈലന്റ് ആക്കിയിട്ട് വെച്ചോ. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പിന്നെ പ്രശ്നം വേണ്ട. സൈലന്റ് ആക്കിയിട്ട് വെച്ചോ. എന്തെങ്കിലും അർജന്റ് കോളെല്ലാം വരാനുണ്ടെങ്കിൽ സൈലന്റ് ആക്കണ്ട അല്ലെ. പിന്നെ എന്താ പറയാ, ദാമ്പത്യ ജീവിതം തകരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള സൈലന്റ് ആക്കലൊന്നും ആക്കി വെക്കണ്ട. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്താൽ മതി. അപ്പം പറ്റുമെങ്കിൽ വെറുതെ അതും ഇതും കണ്ടിട്ട് നേരം കൂട്ടുന്ന ആ ഒരു പ്രവണത മാറ്റി വെച്ചിട്ട് റബ്ബിലേക്ക് നമ്മൾ തിരിയാ. കുറച്ച് സമയം മുമ്പേ, ബാങ്കിന്റെ കുറച്ച് മുമ്പേ നമ്മൾ ഫോണും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ദുനിയവിയായ ഇതെല്ലാം നമ്മുടെ ചിന്തകളെല്ലാം റബ്ബിലേക്ക് തിരിഞ്ഞ് അള്ളാഹുലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ. അത് ഏറ്റവും ഞാൻ പറഞ്ഞത് മഗ്‌രിബാണ്. മഗ്‌രിബിന്റെ സമയത്താണ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി 4 വക്തിലും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും മഗ്‌രിബിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യം നമുക്ക് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാ നിസ്കാരത്തിനും അങ്ങനെ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മഗ്‌രിബിന് പ്രത്യേകിച്ചിട്ട് ഒരുങ്ങാൻ എല്ലാവർക്കും അള്ളാഹു സമയത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തു തരട്ടെ. ആരോഗ്യത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തു തരട്ടെ. സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് നിർത്താല്ലേ? ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. സമയത്രേ ആയിട്ടുള്ളൂ, ബാങ്കൊന്നും കൊടുക്കാനായിട്ടില്ല. എന്നാലും ഞാന് കുറെ കാര്യങ്ങള് പിന്നെ കുറേയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് നിങ്ങളെ ബോറടിപ്പിച്ച് കൊല്ലേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ക്ഷമിക്കണം. എന്നുവെച്ചാൽ അത് അത്രയും എനിക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ഈ ഒരു കൊച്ചു സംഘത്തിനെ വലിയൊരു ബർക്കത്ത് ചെയ്തു തരട്ടെ. അതുപോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു താഴ്വര, വലിയൊരു താഴ്വര തന്നെ അള്ളാഹു താല അല്ലെ സ്വർഗത്തിലെ നമ്മളെ മിഷ്കാത്ത് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവർക്ക് പരിഹാസ രൂപത്തിലാണ്, കളിയാക്കുന്ന രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും അള്ളാഹുലി അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒന്നിച്ച് പരിശ്രമിച്ച് മുന്നോട്ട് പോകാം. അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരട്ടെ. അള്ളാഹിനെ ഓർമ്മിക്കാൻ, അള്ളാഹിനെ ദിക്ർ ചെയ്യാൻ, ഒരുപാട് നന്മകൾ ചെയ്യാൻ, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആൻ പഠിക്കാൻ, മനപ്പാടമാക്കിയത് മറന്നു പോകാതിരിക്കാൻ, എല്ലാ നിലക്കും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. നമ്മുടെ വീടുകൾ അള്ളാഹു ഈമാനികമായ അന്തരീക്ഷം നിലനിർത്തി തരട്ടെ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അള്ളാഹു നമ്മുടെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരും തലമുറകളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഞങ്ങളിൽ നിന്നും രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ, അവർക്കൊക്കെ നീ രോഗശമനവും ശിഫയും ആശ്വാസവും ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധ റമളാനിനെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അള്ളാഹുവെ, ഞങ്ങളെ നീ റമളാനിലേക്ക് ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങളെ നീ എത്തിക്കണേ അള്ളാഹ്. എല്ലാ അലസതയിൽ നിന്നും, മടിയിൽ നിന്നും, പിശുക്കിൽ നിന്നും, ഭീരുത്വത്തിൽ നിന്നും അള്ളാഹുവെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ശരിക്കും ഒരു കാര്യം കൂടി ഞാൻ പറയും, പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ ഓർമ്മ വന്നൊരു കാര്യമാണ്. ഇബ്ലീസിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിലിങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലേ ആയിഷ, ഇനി എന്നോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ പറഞ്ഞതാണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. അതായത് ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒരു മടി, അലസത, ഒരു ഉറക്കം വരുത്ത്, അങ്ങനത്തെ എല്ലാം ഉണ്ടാവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ അതിലെ ശരിക്കും ഒരു തരത്തില് ചിന്തിച്ചാൽ അത് ഇബ്ലീസിന്റെ ഒരു ഉപദ്രവം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അപ്പം
ഞാൻ എന്റെ കാര്യം പറയാം. ഇങ്ങനെ ഉറക്കം വരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഖുർആൻ ഓതുമ്പോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ രാത്രി ഉറങ്ങൽ കുറവായിട്ടായിരിക്കോ, രാത്രി ഉറങ്ങാൻ ലേറ്റ് ആകുന്നതായിട്ടായിരിക്കോ, അങ്ങനെയല്ല എന്തെല്ലോ ഇങ്ങനെ വിചാരിക്കാം, എന്തോ ക്ഷീണം അങ്ങനെ. അപ്പൊ ഞാൻ വേഗം കുറച്ചൊന്ന് കണ്ണൂട്ടി കിടക്കാം അങ്ങനെയല്ല വിചാരിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചോനെ, എന്തോ ഒരു ഷെറാന്ന് വെച്ചാല് നമ്മള് നന്മകൾ ചെയ്യുമ്പോൾ ഒരു 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 ഉത്സാഹക്കുറവ്, ഒരു ഉന്മേഷക്കുറവ്, ഒരു ക്ഷീണം, ഒരു ഇതെല്ലാം വരുന്നത് എല്ലാം ഒരു ഇബ്ലീസിന്റെ ഇത് തന്നെയാണ്. കാരണം വേറെ എങ്ങനെയും ഇവൻ എന്താക്കാൻ കഴിയില്ല, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തളർത്താൻ കഴിയൂല. നമ്മൾ ഓതുന്നത് കുറക്കണമെങ്കിൽ, അല്ലെ നമ്മൾ ചെയ്യുന്ന ഒരു സുന്നത്ത് കുറക്കണമെങ്കിൽ എന്ത് വരും, നമുക്കൊരു ക്ഷീണവും അലസത. അപ്പൊ അത് അവന്റെ ഭാഗത്തുനിന്ന് ആയിഷ പറഞ്ഞതാണ്, എന്നോട് പറഞ്ഞതാണോ എനിക്ക് ക്ലാസ്സിൽ പറഞ്ഞതാണോ എനിക്ക് ഓർമ്മയില്ല. അത് അവന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ നമ്മള് അത് അങ്ങനെ വിചാരിച്ച അതും കൂടി നമ്മൾ ജീവിതത്തിൽ അങ്ങനെ പൊരുത്തപ്പെട്ടു പോകണ്ട. ഇത് ഇബ്ലീസിന്റെ ഒരു അറ്റാക്കാണ്. അപ്പൊ നമ്മൾ എന്താക്കണം, അതിനെതിരായിട്ട് നമ്മൾ നിൽക്കണം. അതിന് വിട്ടുകൊടുക്കരുത്. നമ്മുടെ ശരീരത്തെ ക്ഷീണിക്കാനും അലസത കാണിക്കാനും മടി കാണിക്കാനും അതിനൊന്നും നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മൾ നല്ല ഉന്മേഷഭരിതരാകണം. അല്ലെ, ഇല്ല ഞാൻ എന്ത് ക്ഷീണിച്ചാലും എന്ത് തളർന്നാലും ഇല്ല റബ്ബെ, ഞാൻ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു കുറവും വരുത്തൂല എന്നുള്ള രീതിയിൽ ശക്തമായ നിലപാടെടുക്കണം. നമ്മൾ സ്ട്രോങ് ആകാൻ നമ്മൾ ശ്രമിക്കണം, ദുആ ചെയ്യണം. അള്ളാഹു തരും, ആരോഗ്യം തരും, ആഫിയത്ത് തരും. اللهم إني أعوذ بك من العجز والكسل والبخل والهرم وعذاب القبر. അല്ലെ, ആ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുക. അജിസിൽ നിന്ന്, കസലിൽ നിന്ന്, ബുഖലിൽ നിന്ന്, വാർദ്ധക്യസഹജമായ പ്രയാസങ്ങളിൽ നിന്ന്, അശക്തത, അല്ലെ, മടി, ഭീരുത്വം, ഇതെല്ലാം നമുക്ക് അള്ളാഹു, ഇതിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. നല്ല ഉന്മേഷമുള്ളൊരു മനസ്സ് നൽകട്ടെ. അല്ലെ, മനസ്സിനാണ് ഉന്മേഷം വേണ്ടത്. മനസ്സിന് ഉന്മേഷം ഉണ്ടെങ്കിലേ ശരീരത്തിന് ഉന്മേഷം വരും. കാരണം ഇന്ന് ഞാൻ പറയാലോ, ഇന്നത്തെ എന്റെ അവസ്ഥ പറയാലോ, രാവിലെ എണീക്കുമ്പോ ഭയങ്കര തലവേദന, കാലുവേദന, അതിന്റെ പുറം എന്തൊക്കെയോ ഒരു ക്ഷീണം, അങ്ങനെ മൊത്തത്തില് ഒരു 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 വല്ലാത്തൊരു അവസ്ഥയിലാണ് രാവിലെ തന്നെ ഉള്ളത്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് എപ്പോഴും ടിഫിന് കൊണ്ടുപോകാനുണ്ട് ഉച്ചക്ക് ചോറ്. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു, പോട്ടെ സാറേ എനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് കുറച്ച് കിടന്നോ, പിന്നെ ടിഫിൻ എനിക്ക് വേണ്ട, ഞാൻ ചോറ് വാങ്ങിക്കോളാം അങ്ങനെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറില്ല കാലിന് എനിക്കൊന്ന് മരുന്ന് വരട്ടി തന്നെ. അപ്പം പിന്നെ തലവേദന എല്ലാം ദുആ ചെയ്യുന്നുണ്ടേ, മരുന്ന് വരട്ടുന്നെങ്കിലും. പിന്നെ അപ്പൊ ഓരോന്നോട് പറഞ്ഞ ഒരു ബാമുണ്ട്, ഞാനും എനിക്ക് തലവേദന ആയാലും വാങ്ങിയതാണ്, അത് നല്ലൊരു എഫക്റ്റ് കണ്ടിന്, അതും തന്ന്. അങ്ങനെ ഞാനും നല്ലോണം പ്രാർത്ഥിച്ച് ദുആലും ചെയ്ത് തലവേദനക്കാരെ മരുന്നും പരട്ടി, കാലിനും മരുന്നെല്ലാം പരട്ടി, അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്നിങ്ങനെ കിടന്ന് എണീച്ചപ്പോ എന്തോ നല്ലൊരു റാഹത്ത്, അൽഹംദുലില്ലാ. ഞാനിങ്ങനെ വിചാരിച്ചു, ഇന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് വേറൊരു 11 മണി മുതൽ വേറൊരു ഗ്രൂപ്പിന് ഒരു ക്ലാസ്സിന്റെ ഇതിൽ ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഉണ്ട്, അതെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തിന്. പിന്നെ ഈ ഉച്ചത്തെ ക്ലാസ്, ഇത് കഴിഞ്ഞ് മഗ്‌രിബ് കഴിഞ്ഞിട്ട് അതും ക്ലാസ് ഉണ്ട്. അപ്പൊ ഇന്നിങ്ങനെ ക്ഷീണമായി കഴിഞ്ഞാൽ എന്തായാലും ശരിയല്ല. അപ്പൊ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഇബിലീസിന്റെ ഒരു കളിയാണ്. ഈ പിശാചിന്റെ ഒരു ഇതാ നമ്മളെ തളർത്തിയിടാന്നുള്ളത്, അല്ലെ, വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് അന്നേരം നിയത്താക്കിയിട്ട് പ്രാർത്ഥിച്ച്, എന്താ പറയാ, രണ്ടും കൽപ്പിച്ചിറങ്ങുമെന്ന് അറിയില്ലേ. സുബ്ഹാനല്ലാഹ്, എല്ലാം അള്ളാഹ് എളുപ്പാക്കി തന്നു. എല്ലാ കാര്യങ്ങളും ഇതുവരെ ഇത്രയും സമയം എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ സഹായം കൊണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു ഒരു എന്താ പറയാ, ഒരു ഇത്തിരി പോലും എനിക്കൊരു ക്ഷീണം തോന്നാതെ നിങ്ങളോട് സംസാരിക്കാനും എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാല് ഞാൻ ഉറങ്ങി തൂങ്ങേണ്ട ഒരാളാണ്, ഉറങ്ങി തൂങ്ങി ഇരിക്കേണ്ട ഒരാളാണ് ഇത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ അത്രയും ഞാൻ ടയേർഡായിരുന്നു. രാവിലെ തന്നെ ഉറങ്ങി എണീക്കുമ്പോ ഞാൻ എന്താ ഇപ്പോ രാവിലെ തന്നെ ഒരു കാലുവേദനയും തലവേദനയും. സാധാരണ കാലുവേദന എന്ന് വെച്ചാൽ നമ്മൾ കുറെ സമയം അടുക്കളയിൽ നിന്ന് പണിയെടുത്ത് കുറെ സമയം നിന്ന് പണിയെടുക്കുമ്പോഴാണ് കാലുവേദന വരാറ്. ഇതെന്താ തുടങ്ങിയിട്ടില്ലല്ലോ അപ്പത്തേക്ക് തന്നെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് താനും. പക്ഷെ എന്തോ അൽഹംദുലില്ലാ ആ ഒരു ഇത് ചിന്ത ഓർമ്മയിൽ അള്ളാഹു തആല ഇട്ട് തന്ന്. അപ്പൊ അതുപോലെ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾക്കെല്ലാം ഉണ്ടാവുമല്ലോ ഇതുപോലെ ഇങ്ങനെ ക്ഷീണം, കാലുവേദനയും തലവേദനയും നടുവേദനയും ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അത് പറയാൻ വിട്ടുപോയതാണ്. നടുവിന് ഭയങ്കര ഒരു പിടുത്തം വന്നിട്ട് ഭയങ്കര ഒരു വേദന, എന്താണെന്നറിയില്ല. പക്ഷെ ഒന്നും അൽഹംദുലില്ലാ ഒരു പിന്നെ ഒന്നിനെയും ബാധിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റിയപ്പോ ഞാൻ ആയിഷ പറഞ്ഞത് തന്നെ ഞാൻ ഓർമ്മിച്ചു പോയി. ഇബ്ലീസിന്റെ ഒരു ഇതുണ്ടല്ലോ, പിശാചികത, അള്ളാഹു എല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് എല്ലാ ഷർറിനെ തൊട്ടും അള്ളാഹു നമുക്ക് എല്ലാവരും സംരക്ഷണ വലയം തന്നെ അനുഗ്രഹിക്കട്ടെ. അല്ലെ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് വഅസ്ലിഹ് ലനാ ശഅനനാ കുല്ലഹ അല്ലെ വലാ തകിൽനാ ഇലാ നഫ്സ ത്വർഫത ഐൻ. എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലെ, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമായ അള്ളാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു, നിന്റെ കാരുണ്യത്തിൽ നിന്ന് ഞങ്ങള് സഹായം തേടുന്നു അള്ളാഹുവേ.
വലാ തക്കിൽനി ഇലാ നഫ്സി തൊർഫത്ത ഐൻ വാസ്ലിഹി ലി ശഅനി കുല്ലഹു. എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ റബ്ബേ. വാസ്ലിഹി ലി ശഅനി കുല്ലഹു വലാ തക്കിൽനി ഇലാ നഫ്സി തൊർഫത്ത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ റബ്ബേ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല, നീ തന്നെ ഏറ്റെടുക്കണം. നീ അല്ലാതെ അല്ലേ ഞങ്ങൾക്ക് വേറൊരു ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചോ, ദുആ ചെയ്തോ. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ബുദ്ധിമുട്ടുകളിൽ ഉണ്ടാവുമില്ലേ, പ്രയാസം ഉണ്ടാവില്ലേ, ഈ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്താല് സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. ഒരു 3 തവണ 7 തവണ ഒക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്ത് നോക്കിയട്ടെ. അതുപോലെ വേറൊരു പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. നല്ല പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കുന്ന പറയുന്നുണ്ട്. ദുആഉൽ കർബ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചെന്ന്. എന്ത് മനപ്രയാസമായിക്കോട്ടെ, ശാരീരിക പ്രയാസങ്ങളായിക്കോട്ടെ, ദുആ ചെയ്താല് ആയുധങ്ങളെല്ലാം നമ്മളെ മുമ്പിൽ അള്ളാഹു തആല നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതൊന്നും എടുക്കൂല. നമുക്ക് ഭയങ്കര മടിയാണ് അല്ലേ? എടുക്കാണ്ട് എന്തെങ്കിലും നടക്കോ? കത്തിയുണ്ട്, ഉള്ളിയുണ്ട്, കട്ടിംഗ് ബോർഡും ഉണ്ട് മേശപ്പുറത്ത്. തനിയെ അത് അരിഞ്ഞു വരുവോ? ഇല്ലാലോ അല്ലേ? ഉള്ളി എടുക്കണം, കത്തി എടുക്കണം, നമ്മളിങ്ങനെ കുനുകുനാ അരിയണം. അപ്പോഴേ ഉള്ളി എന്താവൂ? അരിഞ്ഞു വരൂ അല്ലെ? ഇതുപോലെ തന്നെ നമ്മളെ മുമ്പില് എല്ലാ ദുആ ഉണ്ട്. നമ്മൾ ആവശ്യക്കാരാണ്, നമുക്ക് പ്രാർത്ഥന, നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ എന്താക്കുന്നില്ല, അത് എടുക്കുന്നില്ല. അതുകൊണ്ട് നല്ലോണം ഉപയോഗിക്കുക, എല്ലാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ മരണപ്പെട്ടു പോയവരെ മറക്കാതെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പൂങ്കാവനമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കും അവർക്കും ഒരുമിച്ച് ചേർന്ന് കണ്ടുമുട്ടാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. رب اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة